പുതിയ പേര് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലും വാക്പോര്. കേരളത്തിൽ നിന്നുള്ളവരെ എന്ത് വിളിക്കണമെന്നാണ് തരൂർ ഒരു ചോദ്യമായി ചോദിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ളവരെ ഇംഗ്ലീഷിൽ കേരളമീയൻ എന്ന് വിളിക്കണോ, കേരളമൈറ്റ് എന്ന് വിളിക്കണോ എന്നാണ് തരൂരിന്റെ ചോദ്യം. എന്നാൽ മലയാളികൾ എന്ന വിളിയിൽ കേരളത്തിൽ നിന്നുള്ളവർ തൃപ്തരെന്ന ജോൺ ബ്രിട്ടാസ് തിരിച്ചടിച്ചിട്ടുമുണ്ട്. ആ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ശശി തരൂരിന്റെ ഒരു ചോദ്യം, ഈ ഇംഗ്ലീഷിൽ എപ്പോഴും വലിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈറലാവുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ പല ഇംഗ്ലീഷ് വാക്കുകളും ഈ ജെൻസി കിഡ്സ് അടക്കം എടുത്ത് ഉപയോഗിക്കാറുണ്ട്. രസകരവുമാണ് പല ചർച്ചകളും. പക്ഷേ കേരളത്തിന്റെ ഉള്ള ഈ പേര് മാറ്റം അത് കേന്ദ്രം അനുമതി നൽകുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂർ ചോദിക്കുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം കേരളത്തിൽ ജീവിക്കുന്നവരെ ഇനി എന്ത് വിളിക്കണം? കേരളമീയൻ എന്ന് വിളിക്കണോ, കേരളമൈറ്റ് എന്ന് വിളിക്കണോ? അതിന് മുഖ്യമന്ത്രി മറുപടി പറയുമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് അതിന് തിരിച്ചടിച്ചത് ഇങ്ങനെയാണ്: ഈ മല്ലു എന്നൊക്കെ വിളിക്കുന്നതിൽ മലയാളി തൃപ്തനാണല്ലോ അല്ലേ? എന്നാൽ ഇവർ തമ്മിൽ ഒരു വാക്പോര് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. എന്താണ് ഇരുവരും പറയുന്നത്? ഈ വിഷയത്തിൽ ശശി തരൂരിന്റെ ചോദ്യങ്ങളുടെ വിശദാംശങ്ങളൊക്കെ എന്താണ്? റോഷ്നി, കേരളം എന്ന പേരുമാറ്റം അത് നിയമസഭയിൽ സംയുക്ത പ്രമേയം അവതരിപ്പിച്ച് തന്നെയാണ് ആ പേരുമാറ്റത്തിൽ എത്തിയത്. കോൺഗ്രസും ഒപ്പം UDF-ഉം എല്ലാവരും ഒരുമിച്ച് അതിനെ പിന്തുണച്ചു. സർക്കാർ കൊണ്ടുവന്ന ആ പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു. അങ്ങനെയാണ് അത് കേന്ദ്രം കേരള എന്ന പേര് അത് കേരളം എന്ന നിലയിലേക്ക് മാറ്റുന്നത്. ആ കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എതിർപ്പുകളൊന്നുമില്ല. പക്ഷേ ശശി തരൂർ ഈ കാര്യത്തിൽ ഒരു കൗതുകത്തോടെയുള്ള ചില ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ഉയർത്തിയത്. ആ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സർക്കാർ എന്തെങ്കിലും തരത്തിൽ അതേപോലെ തന്നെയുള്ള ഒരു ഉത്തരം മറുപടി നൽകാൻ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതേസമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ അവരെ വിളിച്ചു കഴിഞ്ഞാലും അവർ സന്തോഷവാന്മാരാണ് എന്ന രീതിയിലാണ് ജോൺ ബ്രിട്ടാസിന്റെ ഒരു മറുപടി വരുന്നത്. അത് ആ തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ തന്നെയാണ് ഇരുവരും തമ്മിലുള്ള ഒരു വാക്പോരിലേക്ക് എത്തുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റെടുത്ത് വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ശശി തരൂരിന്റെ ആദ്യത്തെ പ്രതികരണം അത് വെച്ചുകൊണ്ടാണ് പലരും അതിന് മറുപടി നൽകുന്നത്. കൗതുകത്തോടെ ആണെങ്കിൽ പോലും അത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ കണ്ടുകൊണ്ടാണ് പലരും സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരിക്കുന്നത്. എന്താണ് ഇനി കേരളം എന്ന പേര് മാറുമ്പോൾ എങ്ങനെയാണ് ഇനി ആളുകൾ ഇംഗ്ലീഷിൽ അവരെ അഭിസംബോധന ചെയ്യുക, മലയാളികളെ അഭിസംബോധന ചെയ്യുക എന്ന ഒരു ചോദ്യമാണ് ശശി തരൂർ ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും അത് കൗതുകത്തോടെ തന്നെയുള്ള ഒരു ചർച്ചയായി നിലനിൽക്കുന്നുമുണ്ട്. റോഷ്നി, ഓക്കെ, അപ്പോൾ ഈ കേരളമീയൻ, കേരളമൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ജീവിയുടെ പേര് പോലെ ഉണ്ടല്ലോ കേൾക്കാനെന്നടക്കം ശശി തരൂർ പറയുകയുണ്ടായി. എന്തായാലും ശശി തരൂരിന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും പരസ്പര വാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചർച്ചയായി തന്നെ മുന്നേറുകയാണ്.